കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് പരാതി. പ്രസവ സമയത്ത് നവജാത ശിശുവിന്റെ കൈയൊടിഞ്ഞെന്നാണ് പരാതി. പോലീസിനും മെഡിക്കൽ സൂപ്രണ്ടിനും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. മോളെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ആദ്യം തല വന്നെങ്കിൽ പിന്നീട് വലിക്കുന്ന സമയത്ത് കുട്ടിയുടെ ഷോൾഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്നത്. ഉച്ചയ്ക്ക് നടന്ന പ്രസവത്തിന് ശേഷം പിന്നീട് അത്രയും സമയം കുട്ടിക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റോ ചെക്കപ്പോ കാര്യങ്ങളൊന്നും നടത്തിയില്ല. കുഞ്ഞു കിടന്ന് പെടയുകയാണ് ചെയ്തത്. കുഞ്ഞു കയ്യും കാലിട്ട് അടിക്കുന്ന സമയത്ത് ആ കയ്യിൻ്റെ മുകളിലാണ് തട്ടുന്നത്. അത്രയും വേദന സഹിക്കാൻ കഴിയാതെയാണ് കുഞ്ഞു കിടന്ന് കരഞ്ഞത്. അന്ന് വൈകിട്ടാണ്, അത്രയും സമയം വെച്ചുകൊണ്ട് നടന്നിട്ട് വൈകിട്ടാണ് കുഞ്ഞിനെ എക്സ്റേ എടുക്കുന്നതും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്തത്. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആകാശ്, നവജാത ശിശുവിന്റെ കൈയൊടിഞ്ഞു എന്ന് പറയുമ്പോൾ, അതും ഈ കുഞ്ഞിനെ പുറത്തെടുക്കുന്ന സമയത്ത് കൈയൊടിഞ്ഞെന്ന് പറയുമ്പോൾ അതീവ ഗുരുതര ആരോപണമാണ് ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ആരുടെ കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്? ഇതിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? അരുണ്യ, ഈ ഒരാഴ്ചക്കിടയിൽ രണ്ടാമത്തെ ചികിത്സാ പിഴവ് പരാതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത്. കക്കോടി സ്വദേശിനിയായ അമലയും ഭർത്താവുമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് ഈ മാസം 14-ാം തീയതിയാണ്. ഈ കുട്ടിയെ പ്രസവ സമയത്ത് കുട്ടിയെ പുറത്തെടുക്കുന്നതിന് പറ്റിയ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ കുട്ടിയുടെ കൈയൊടിയാൻ കാരണമെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ ഉൾപ്പെടെ സമീപിച്ചപ്പോൾ അവരും ഈ കാര്യങ്ങൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനും കൂടാതെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഈ പ്രസവ സമയത്ത് കുട്ടിക്ക് ഭാരം കൂടുതലായതിനാൽ തന്നെ കുട്ടിയെ പുറത്തേക്ക് എടുക്കുമ്പോൾ കൈ ഒടിഞ്ഞെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. എന്നാൽ അതിനുശേഷം ഡോക്ടർമാർ ഈ കുട്ടിയെ കൃത്യമായി പരിശോധിക്കുകയോ കൂടാതെ തുടർ ചികിത്സ നടത്തുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോൾ ഇവരുടെ കുട്ടിയുടെ അമ്മയായിട്ടുള്ള അമല പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ കുട്ടികൾ ചികിത്സയ്ക്കായി പിന്നീട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. പിന്നീട് പ്ലാസ്റ്റർ ഇട്ട് ഈ വാർഡിലേക്ക് തന്നെ എത്തിക്കുകയായിരുന്നു. പിന്നാലെ തന്നെ ദിവസങ്ങൾക്ക് ശേഷം ഈ പ്ലാസ്റ്റർ അഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഡോക്ടർമാർ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞു, ഓർത്തോ ഡോക്ടർമാർ രാവിലെ വരും, 7 മണിയോട് കൂടി എത്തും, അപ്പോൾ അവർ പരിശോധിക്കുമെന്നായിരുന്നു അവർ നൽകിയ മറുപടി. എന്നാൽ 7 മണിക്ക് ഓർത്തോ ഡോക്ടർമാർ എത്തിയതില്ല. അവർ ഒരുപാട് സമയം വൈകിട്ടാണ് എത്തിയത്. പിന്നീട് കൃത്യമായ ഒരു ചികിത്സ കുട്ടിക്ക് ഉണ്ടായില്ല. പിന്നീട് ഈ അമലയുടെ ഭർത്താവ് നിർബന്ധിച്ചുകൊണ്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങുകയും കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, കുട്ടിയുടെ വലതു കൈക്കാണ് പൊട്ടലേറ്റിട്ടുള്ളത്. എക്സ്റേ ഉൾപ്പെടെ ഈ സംഭവം പ്രസവത്തിന് ശേഷം എക്സ്റേ ഉൾപ്പെടെ കുടുംബം എടുത്തതിൽ നിന്നാണ് ഈ കൈ ഒടിഞ്ഞ കാര്യം മനസ്സിലാക്കിയത്. അതിനുശേഷം വലിയ രീതിയിൽ തന്നെ കുട്ടി കരയുകയും കുട്ടിയുടെ കൈ വീങ്ങുകയും നീലിച്ച് വരികയും ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായി. എന്നിട്ട് പോലും ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ തുടർ നടപടി, കൃത്യമായ ഒരു ചികിത്സ ഉണ്ടായിട്ടില്ലെന്നാണ് ഈ കുടുംബത്തിന്റെ പരാതി. കുടുംബം ഏതായാലും പരാതിയുമായി പോലീസിനും കൂടാതെ സൂപ്രണ്ട് ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ആഴ്ചക്കിടെ വരുന്ന രണ്ടാമത്തെ ചികിത്സാ പിഴവാണ്. തുടരെയുള്ള ചികിത്സാ പിഴവിൽ വലിയ രീതിയിലുള്ള ആശങ്കകളാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ഈ ഒടിഞ്ഞ കൈ, ഈ സംഭവം നടന്ന് പ്രസവത്തിന് ശേഷം ഈ കൈ ഒടിഞ്ഞിട്ടുള്ള എന്ന കാര്യം ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല. കുട്ടിയുടെ കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടാണ് ഇവർ ഈ ഒരു സംശയവുമായി ഡോക്ടർമാരെ സമീപിച്ചത്. അപ്പോഴാണ് അവർ ഈ കുട്ടിക്ക് തൂക്കം കൂടുതലായതിനാൽ പ്രസവ സമയത്ത് വലിച്ചെടുക്കുമ്പോൾ കുട്ടിയുടെ കൈ ഒടിഞ്ഞതാണെന്നുള്ള വിശദീകരണം നൽകിയത്. എന്നാൽ പോലും അതിനുശേഷമുള്ള കൃത്യമായ ചികിത്സ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതിനാൽ തന്നെയാണ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി മറ്റു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റിയത് എന്നാണ് ഇപ്പോൾ കുടുംബം തന്നെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആരുണ്യ, എന്തായാലും ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പോലീസിനും ഈ സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ആകാശ് തടത്തിലാണ് വിശദാംശങ്ങൾ നൽകിയത്.